അവൻ അതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അതിവസിക്കും കടലോളങ്ങൾക്കവൻ അതിരുവയ്ക്കും പടകിൽ നിന്നോടൊപ്പം അതിവസിക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നിന്നെ വീട്ടുവാശത്തു ചെടിയൊരുക്കും ഇച്ഛ കാണുവാൻ അവൻ പണിയിരിക്കും നിന്നെ വീട്ടുവാശത്തു ചെടിയൊരുക്കും ഇച്ഛ കാണുവാൻ അവൻ പണിയിരിക്കും ബലവാനവൻ നമ്മെ തിരിച്ചറിഞ്ഞ ബലമേറിപ്പോമുരമറിയാണ് ബലവാനവൻ നമ്മെ തിരിച്ചറിഞ്ഞ ബലമേറിപ്പോമുരമറിയാണ് ശത്രുവിൻ തല തകർത്തതിന ദുഷ്ടശക്തിയാ ജയം ലഭിച്ചതിന ശത്രുവിൻ തല തകർത്തതിന ദുഷ്ടശക്തിയാ ജയം ലഭിച്ചതിന നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല നിരയാതി വൈദ്യരവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും നിരയാതി വൈദ്യരവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും സുഖദായകൻ നിന്റെ കരത്തിരിക്കും ഒരു ശക്തിയാലാണ് ദിനം നിറയ്ക്കും സുഖദായകൻ നിന്റെ കരം പിടിക്കും ഒരു ശക്തിയാലാണ് ദിനം നിറയ്ക്കും നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല സർവ്വത്തിന്മയും കളവായി പറയും നിന്റെ പേർമായിക്കുവാൻ ശ്രമിക്കും സർവ്വത്തിന്മയും കളവായി പറയും നിന്റെ പേർമായിക്കുവാൻ ശ്രമിക്കും തലമുറ തലമുറയ എന്നേക്കുമോണയിൽ നിലനിന്നിരും തലമുറ തലമുറയ എന്നേക്കുമോണയിൽ നിലനിന്നിരും ശത്രുവിന്റെ പേരിലോർക്കയില്ല അവൻ നിന്ന സ്ഥലമിൽ കാണുകയില്ല ശത്രുവിന്റെ പേരിലോർക്കയില്ല അവൻ നിന്ന സ്ഥലമിൽ കാണുകയില്ല നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല ജീവമാർഗത്തിൽ അത് ഭാഗമത്ത് നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുന്നില്ല നിന്റെ നീതി പ്രഭാതങ്ങൾ വിളങ്ങി വരും നിന്റെ ന്യായം മറയ്ക്കുവാൻ കഴിയുന്നില്ല നിന്റെ നീതി പ്രഭാതങ്ങൾ വിളങ്ങി വരും ഓടി ഒളിപ്പിടം തേടുന്ന നീയാകിൽ പ്രാപിക്കും തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ തിന്മ തൊടുകയില്ല നിന്റെ യാത്രയിൽ ഭേദം വരികയില്ല ഒരു ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്നെ ശാപവും നിന്നെ തൊടുകയില്ല ഒരു രോഗവും നിന്റെ തളർത്തുകയില്ല വൈദ്യരവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും നിലയാതി വൈദ്യരവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും സുഖദായകൻ നിന്റെ കരം പിടിക്കും പുരുഷത്തെയാലാണ് ദിനം നിറയ്ക്കും സുഖദായകൻ നിന്റെ കരം പിടിക്കും പുരുഷത്തെയാലാണ് ദിനം നിറയ്ക്കും പ്രാപിക്കും തൊടുകയില്ല
നിന്റെ യാത്രയിൽ നേരം വരികയില്ല. കർത്താവിക്കുന്ന ചോടുകയില്ല, നിന്റെ യാത്രയിൽ നേരം വരികയില്ല. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഭീരുക്കളാകരുത്, ധീരതയോടെ എഴുന്നേൽക്കണം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ദൈവം തന്റെ പദ്ധതികൾക്കായി തിരഞ്ഞെടുക്കുന്നവർ, സുവിശേഷ ഘോഷണത്താൽ രക്ഷയുടെ സന്ദേശം മറ്റുള്ള അനേകരിലേക്ക് കൈമാറുന്നവർ, പിശാചുരുക്കിയ ബന്ധനത്തിൽ കഴിയുന്നവരെ വിടുവിച്ചെടുക്കുവാൻ ഉപയോഗിക്കപ്പെടുന്ന ശിഷ്യരുടെ മേൽ പകരുന്ന ആത്മാവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നത് ഇവിടെ വ്യക്തമാക്കുന്നു. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ് അത് എന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തവരിൽ, അർത്ഥാൽ രക്ഷിക്കപ്പെട്ടവരിൽ, വേർപാടിന്റെ അനുഭവത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരിൽ തന്നെ ഭയത്തിന്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവനാണ്. ദൈവമക്കൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ആഹ്വാനം ചെയ്യുന്നു. അവരെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് നിങ്ങൾ ഭീരുത്വമുള്ളവരാകരുത്, ധൈര്യമുള്ളവരാകണം എന്നുള്ള ഒരു ദൂതാണ്. ഉന്നതന്മാരായ വേദശാസ്ത്രികളും പുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നിട്ടും കർത്താവ് തൻ്റെ സുവിശേഷത്തിൻ്റെ ദൂതുവാഹകരാകാൻ തനിക്ക് ശിഷ്യരും അപ്പോസ്തലന്മാരും സുവിശേഷകരുമാകാൻ വ്യക്തികളെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചത് പള്ളിയിൽ നിന്നല്ല, പള്ളിഭക്തരെ അല്ല കർത്താവ് തേടിയത്. താൻ അതിന് യോഗ്യന്മാരായവരെ തേടി കടൽ തീരത്തേക്ക് ചെന്നു. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ചിലരെ താൻ തിരഞ്ഞെടുത്തു, പേർ ചൊല്ലി വിളിച്ചു. പ്രിയരെ, നിരന്തരം അധ്വാനിക്കുന്നവർ, രാത്രി മുഴുവൻ അധ്വാനിച്ചാലും തിരമാലകളോടും കാറ്റിനോടും മല്ലുപിടിച്ച് കുഴഞ്ഞാലും പരാജയം ഏറ്റെടുക്കാത്തവർ, അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടാത്തവർ, പിന്തിരിയാത്തവർ, പെറുപെറുക്കാത്തവർ, നാളെ ലഭിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരും അധ്വാനിക്കുന്നവരും എന്നിങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരാക്കുവാൻ വിളിച്ച് വേർതിരിച്ചത്. പ്രിയരെ, ശ്രദ്ധിക്കുക, നാം മറന്നു പോകരുത്. കർത്താവ് തനിക്ക് ശിഷ്യന്മാരായിരിക്കുവാൻ, തനിക്ക് അപ്പോസ്തലന്മാരായി തൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുവാൻ, തൻ്റെ വചനം പഠിപ്പിക്കുവാൻ ഉപദേഷ്ടാക്കന്മാരായി തിരഞ്ഞെടുക്കുവാൻ താല്പര്യപ്പെട്ടത്, അല്ലെങ്കിൽ തൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകരായി കർത്താവ് തിരഞ്ഞെടുത്തത് പള്ളിഭക്തരെ അല്ലായിരുന്നു, മറിച്ച് അധ്വാനിക്കുന്നവരെ, നിരാശയ്ക്ക് അടിമപ്പെടാത്തവരെ, നാളത്തെ എൻ്റെ അധ്വാനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആ അധ്വാനത്തിലേക്ക് ഇറങ്ങുവാൻ താല്പര്യപ്പെടുന്നവരെയാണ് കർത്താവ് തേടിച്ചത്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന അധ്വാനികളായ മനുഷ്യരിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് താല്പര്യപ്പെട്ടു. നോക്കൂ, അവരുടെ ഗുണത്തെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിരന്തരം അധ്വാനിക്കുന്നവർ, രാത്രി മുഴുവനും അധ്വാനിച്ചാലും തിരമാലകളോടും കൊടുങ്കാറ്റിനോടും ഒക്കെ മല്ല് പിടിച്ച് കരങ്ങൾ കുഴഞ്ഞാലും ശരീരം ക്ഷീണിച്ചാലും പരാജയം ഏറ്റെടുക്കാത്തവർ, അധ്വാനിച്ചിട്ടും ഒന്നും, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടാത്തവർ, പിന്തിരിയാത്തവർ, വേലയിൽ നിന്ന് പിന്തിരിയാത്തവർ, പെറുപെറുക്കാത്തവർ, നാളെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച് തനിക്ക് ശിഷ്യരായിരിക്കാൻ, തനിക്ക് അപ്പോസ്തലന്മാരായിരിക്കാൻ വേർതിരിച്ചു. ധീരമായ അധ്വാന മനോഭാവവും നിരാശബോധം ഭരിക്കാത്ത പ്രത്യാശ മനോഭാവവും ഉള്ള ഈ മനുഷ്യർക്ക് പ്രിയരെ, തിരുവചന ബോധ്യവും ശുശ്രൂഷ മനോഭാവവും അല്പം പരിശീലനവും കൂടി ലഭ്യമാക്കിയാൽ അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരും തൻ്റെ വിശ്വസ്ത ദൗത്യവാഹകന്മാരായി തീരും എന്ന് കർത്താവ് യേശു ക്രിസ്തു തിരിച്ചറിഞ്ഞിട്ടാണ്
അവരെ ഓരോരുത്തരെയും വിളിച്ചത്. നോക്കൂ, നമ്മെയും ദൈവം വിളിച്ചു വേർതിരിച്ചത് നമ്മുടെ മിടുക്ക് കണ്ടിട്ടല്ല, ശ്രേഷ്ഠതകൾ കണ്ടിട്ടല്ല, വിദ്യാഭ്യാസത്തിൻ്റെ മഹിമ കണ്ടിട്ടല്ല, കുലമഹിമ കണ്ടിട്ടല്ല, പാരമ്പര്യവാദം കണ്ടിട്ടല്ല, മതഭക്തി കണ്ടിട്ടല്ല. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ കർത്താവ് പേർ ചൊല്ലി വിളിച്ചത് തനിക്ക് സുവിശേഷ വാഹകന്മാരായിരിക്കുവാൻ, തനിക്ക് ശിഷ്യന്മാരായിരിക്കുവാൻ, തൻ്റെ വേല ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നു. കൂടപ്പുറപ്പുകളെ, നാം കൊള്ളാകുന്നവർ എന്ന് കണ്ടിട്ടാണ് കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ചത്. അതുകൊണ്ട് നാം അധ്വാനിക്കുന്നവരാകണം, നാം പിന്തിരിയാത്തവരാകണം. നാം നാളെ ഇന്നത്തെ അധ്വാനത്തിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ നാളത്തെ അധ്വാനത്തിൽ എനിക്ക് ലഭിക്കും. ഞാൻ ഇന്ന് സുവിശേഷം പറഞ്ഞിട്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ ഞാൻ സുവിശേഷം പറയുമ്പോൾ ആത്മാക്കൾ രക്ഷിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരുന്ന വേലയിൽ മുന്നേറുവാൻ കഴിയുന്നവരാകണം. അത് നമ്മിൽ ആ ഗുണം കർത്താവ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കഴിഞ്ഞ നാളത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൂടി നമ്മുടെ പ്രതിയോഗിയ പിശാച് നമ്മെ നിരാശപ്പെടുത്തുവാൻ, നമ്മളെ തകർത്ത് കളയുവാൻ തന്ത്രങ്ങളൊരുക്കി, പ്രലോഭനങ്ങളൊരുക്കി, വശീകരണത്തിൻ്റെ ശക്തികൾ കുടുക്കി നമുക്ക് നിരാശബോധം തന്ന് ഞാൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടത്തില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാത്തവരാക്കി തീർക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാം പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിലും ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. പ്രിയ ശിഷ്യപ്രമുഖന്മാരിൽ ഒരാളായിരുന്ന പത്രോസിൽ വിവേകത്തെക്കാൾ നിറഞ്ഞിരുന്നത് ധൈര്യമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ഗുരുവിൻ്റെ ക്രൂശുമരണ സമയത്ത് അല്പം ഭയം ഉള്ളിൽ വ്യാപരിച്ചെങ്കിലും കർത്താവിൻ്റെ ആഹ്വാനപ്രകാരം കാത്തിരുന്ന് താനും തൻ്റെ കൂടെയുള്ളവരും ധൈര്യത്തോടെ തുറച്ചു നോക്കുന്ന കണ്ണുകൾക്ക് നടുവിലും കാത്തിരുന്ന് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ, അതേ പരിശുദ്ധാത്മാവിനെ തന്നെ പ്രാപിച്ചു. എന്നിട്ടോ ധൈര്യത്തോടെ, ഭയത്തെ പുച്ഛിച്ചു തള്ളി ആത്മശക്തിയോടെ അവർ സുവിശേഷ വിളംബകരായി അനേക ഇടങ്ങളിലേക്ക് സഞ്ചരിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. നാമും കർത്താവിൽ നിന്ന് ഇത് പ്രാപിക്കുവാൻ കർത്തൃസന്നിധിയിൽ കാത്തിരുന്ന് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തന്നെ പ്രാപിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ താല്പര്യപ്പെടണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിയോടുള്ള ബന്ധത്തിൽ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരിലും പകർന്നിരിക്കുന്നത് ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ആകയാൽ നാം ഭയപ്പെട്ടു പോകരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ശാസിച്ചു പുറത്താക്കണം. സാഹചര്യങ്ങളെ നോക്കി ഭയന്നിട്ട് കാര്യമില്ല. ഭയപ്പെടുത്തുക, ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് പ്രിയരെ നിങ്ങളുടെ പ്രതിയോഗിയായ സാത്താൻ്റെ ദൗത്യമാണ്. എന്നാൽ ദൈവഹിതത്തിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ നിങ്ങളിൽ പരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, വിശ്വസ്ത ദാസരാകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. ഈ യുദ്ധത്തിൽ പ്രിയരെ, നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല എന്ന് തിരിച്ചറിയണം. നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. നിങ്ങളുടെ പുറകിൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ സംരക്ഷണത്തിനായി ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. എന്നാൽ സാത്താൻ ഇതൊന്നുമില്ല. പിന്നെന്തിന് നാം സാത്താനെ, അവൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന മനുഷ്യരെ ഭയക്കണം? കൂടപ്പിറപ്പുകളെ, പൗലോസ് അപ്പോസ്തലന് പിന്നാലെ താൻ പൂർത്തീകരിച്ചു പോകുന്ന വേല തുടർന്നും ഏറ്റെടുത്ത് ചെയ്യുവാൻ, സുവിശേഷത്തിൻ്റെ ഭാഷണമായി ഓട്ടം തുടരാനുള്ള ഒരു തിമോഥിയോസ് എന്ന തൻ്റെ നിജപുത്രനോടുള്ള പ്രബോധനം ഒന്ന് ശ്രദ്ധിക്കൂ. നിന്നിൽ ഭീരുത്വം ഉണ്ടാകരുത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നിന്നിൽ പകർന്നിരിക്കുന്നത്. ആകയാൽ ധൈര്യവാനാകുക, തളർന്നു പോകരുത്. ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനാൽ തന്നെ നീ നിന്നെ തന്നെ ശക്തീകരിക്കാം. ആകയാൽ രക്ഷിക്കപ്പെട്ട കൂടപ്പിറപ്പുകളെ, നിങ്ങൾ പാരമ്പര്യത്തെ, പൗരോഹിത്യങ്ങളെ ഭയപ്പെടരുത്, ഭീരുക്കളായി പോകരുത്. ധൈര്യത്തോടെ വേർപെട്ട ആരാധന ദൈവത്തിന് കൊടുക്കുക. ദൈവം ഏൽപ്പിച്ച വേലയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ ഭീരുക്കളാകരുത്.
ധൈര്യത്തോടെ ധീരതയോടെ കർത്താവ് ഏൽപ്പിച്ചത് നിറവേറ്റുക. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അനുഭവത്തിനായി, അനുഗ്രഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഭീരുക്കളാകാതെ ധീരതയോടെ എഴുന്നേൽക്കുവാനും ധീരതയോടെ പുറപ്പെടുവാനും ധീരതയോടെ ദൗത്യം നിർവഹിക്കുവാനും എല്ലാവരെയും സഹായിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സഭ പുറകിലുള്ളിടത്തോളം കാലം ഞങ്ങൾ പരാജയപ്പെടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്താൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഇന്ന് പകലിലും ശക്തീകരിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. ആത്മാക്കളെ തരുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. മാനവ മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. അനേകരുടെ സുവിശേഷം പറഞ്ഞ് അനേക രക്ഷയിലേക്ക് നയിക്കാം. തൊടുകയില്ല യാത്രയിൽ വരികയില്ല. വീട്ടുവാസത്തു ചെടിയൊരുക്കും ഇച്ഛ കാണുവാൻ അവൻ പണിയിരിക്കും. വീട്ടുവാസത്തു ചെടിയൊരുക്കും ഇച്ഛ കാണുവാൻ അവൻ പണിയിരിക്കും. ബലവാനവൻ നമ്മെ തിരിച്ചറിഞ്ഞ ബലമേറിയോ ദൂരമറിയാണ്. ബലവാനവൻ നമ്മെ തിരിച്ചറിഞ്ഞ ബലമേറിയോ ദൂരമറിയാണ്. ശത്രുവിൻ കലതാകത്തതിന ദുഷിശക്തിയാൽ ജയം ലഭിച്ചത്. ശത്രുവിൻ കലതാകത്തതിന ദുഷിശക്തിയാൽ ജയം ലഭിച്ചതിനാൽ പ്രാപിക്കും. തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും. തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. നിരയാതി പൈതലവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും. നിരയാതി പൈതലവൻ നിനക്ക് അഭിഷേകത്തിൽ തൈലത്തൂർത്തൊടുക്കും. സുഖദായകൻ നിന്റെ കരം പിടിക്കും, ഒരു ശക്തിയാലാണ് ദിനം നിറയ്ക്കും. സുഖദായകൻ നിന്റെ കരം പിടിക്കും, ഒരു ശക്തിയാലാണ് ദിനം